മൈക്രോ ഓവൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോണത്. എന്ത് പ്രൊഡക്റ്റിനെ കുറിച്ചും അതിപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആയാലും ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നാളെ ഒരിക്കൽ ഒരാൾ നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അതിന് മറുപടിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അത് ഓവൻ എന്നല്ല, എന്തായാലും. 3 തരം മൈക്രോ ഓവനാണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോളോ, ഗ്രില്ല്, കൺവെക്ഷൻ. ഈ ഒരു മോഡൽ വന്നത് പാനസോണിക്കിൻ്റെ സോളോ മോഡലാണ്. നമുക്കിതെങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മൈക്രോ എന്ന് എഴുതിയിട്ടുണ്ടാവും. പിന്നെ വന്നത് ഗ്രില്ല്, കൺവെക്ഷൻ അതിൽ എഴുതിയിട്ടില്ല, ഇതിൽ മൈക്രോ മാത്രമേ ഉള്ളൂ. ഇത് മൈക്രോ ഓവനാണ്. നമുക്കിത് 20 ലിറ്റർ കപ്പാസിറ്റിയാണ് ഈ മോഡലിൻ്റെ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ടൈപ്പ്. നമുക്ക് ഇതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ മാഗ്നറ്റോണാണ്. ഇതിൻ്റെ മൈക്രോവേവ്സ് പുറപ്പെടുവിക്കുന്നത് മാഗ്നറ്റോണാണ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇത് അല്ലെങ്കിൽ ഒരു സാധനം, ഒരു ഫുഡ് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടാകണം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓണാക്കുമ്പോൾ അതിൻ്റെ മാഗ്നറ്റോൺ വർക്ക് ചെയ്യുകയും മൈക്രോവേവ്സ് രശ്മികൾ പുറപ്പെടുകയും നമ്മൾ വെച്ചേക്കണ ഫുഡിൻ്റെ ആറ്റങ്ങളെ അല്ലെങ്കിൽ ഫുഡിൽ വെച്ച നമ്മുടെ ഫുഡിൻ്റെ കണങ്ങളെ അത് വിഘടിപ്പിച്ച് വെക്കണ ഫുഡിൻ്റെ കണങ്ങളെ വിഘടിപ്പിച്ച് അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്ത് അവിടെ ഒരു ചൂട് ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെയാണ് ഭക്ഷണ സാധനങ്ങൾ ചൂടാവണത്. ഒരു ബേസിക് അറിവാണ് കേട്ടോ അത്. നമുക്കിതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്താ ചൂടാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കതിൽ വെക്കാം. അതിൻ്റെ ടേബിൾ പ്ലേറ്റ് വന്നത് അതിൻ്റെ ടേബിളാണ് വന്നത്, പ്ലേറ്റ്. നമുക്ക് സാധനം കയറ്റി വെക്കാം. ഇത് റൊട്ടേറ്റ് ചെയ്യും. ഇത് റൊട്ടേറ്റ് ചെയ്യണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചൂട് വെക്കണ എല്ലാ ഭാഗത്തും അല്ലെങ്കിൽ വെക്കണ സാധനത്തിൻ്റെ ഫുഡിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്താൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഈ പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യണത്. ഇത് അടച്ചതിന് ശേഷം മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ, അല്ലാതെ അത് വർക്ക് ചെയ്യില്ല. ഇത് അടച്ചതിന് ശേഷം മൈക്രോവൻ വർക്ക് ചെയ്യുക ചെയ്യണത്. ഇത് നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പോൾ ഇത് മൈക്രോവാണ്, നമുക്ക് ചൂടാക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ടൈം സെറ്റ് ചെയ്യാം. മൈക്രോവേവ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ പവറാണ് പറയണത്. ഹൈ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ, ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങളൊക്കെ ഡീഫ്രോസ്റ്റ് ചെയ്യാനായിട്ട്. മീഡിയം എന്ന് വെച്ചാൽ ഇതിൻ്റെ പവറാണ് പറയണത്. നമ്മളിപ്പോൾ ഒരു ഗ്യാസ് അതിൻ്റെ പവർ കൂട്ടുകയും കുറയ്ക്കുക, അതിൻ്റെ ഗ്യാസിൻ്റെ തീ കൂട്ടുകയും കുറയ്ക്കുക എന്ന് പറയുന്ന കൂട്ടാണ് ഇതിൽ ഹൈ, മീഡിയം, ലോ എന്ന് പറയണത്. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിലിട്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു പഴം പുഴുങ്ങുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഹൈയിലിട്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്താ പറയുക, നമുക്കതിങ്ങനെ പെട്ടെന്ന് വെള്ളം ഒലിച്ചൂട്ടായി പോകും. അത് നമുക്ക് മീഡിയത്തിലിട്ടാണ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യേണ്ടത്. അതിന് നമുക്കിവിടെ മീഡിയം ചെയ്യണം അല്ലെങ്കിൽ ലോ ചെയ്യണം. ഇതിൽ ഏത് വേണമെങ്കിലും ഇട്ട് ചെയ്യാൻ പറ്റും. ഇത് അതിൻ്റെ നമുക്കിപ്പോൾ പവർ കൊടുത്തേക്കാണ്. ഇപ്പോൾ ഏതാ വേണ്ടത്, ഞാനിപ്പോൾ ലോയാണ് കൊടുത്തേക്കണത്. ഇത് നമുക്ക് അതിൻ്റെ ടൈം സെറ്റ് ചെയ്യാനുള്ളതാണ്. എത്ര സമയം നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ടൈം സെറ്റ് ചെയ്യുക. നമുക്കത് സ്റ്റാർട്ട് കൊടുക്കുകയാണെങ്കിൽ മെഷീൻ അത് വർക്ക് ചെയ്യുക ചെയ്യണത്. നമ്മളത് ഓപ്പൺ ആക്കിയാൽ അത് സ്റ്റോപ്പായി. പിന്നെ സ്റ്റാർട്ട് കൊടുത്താൽ അത് വർക്ക് ചെയ്യുക ചെയ്യണത്. നമുക്കത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഞെക്കി അത് സ്റ്റോപ്പായി, പിന്നെ ഞെക്കിയാൽ അത് ക്യാൻസലായി. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം തന്നെ ഇത് സെറ്റ് ചെയ്തിട്ട് ടൈം സെറ്റ് ചെയ്യുക, ഇവിടെ മിനിറ്റ് സെറ്റ് ചെയ്യുക, സ്റ്റാർട്ട് കൊടുത്തിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഡീഫ്രോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ പാലൊക്കെ വെച്ചേക്കാണ്, അത് കട്ടയായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡീഫ്രോസ്റ്റ് കൊടുത്തിട്ട് ഒരു ചെറിയ ടൈം, ഒരു 20 മിനിറ്റും കൊടുത്തിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ 1.5 മിനിറ്റൊക്കെ മതി. സ്റ്റാർട്ട് കൊടുത്താൽ അത് മെൽറ്റായി കിട്ടും നമുക്ക്. അതിനാണ് ഡീഫ്രോസ്റ്റ് ബട്ടൺ യൂസ് ചെയ്യണത്. അതിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഫിക്സ് ആണ്. നമ്മൾ വേറെ ടെമ്പറേച്ചർ ഇപ്പോൾ ഹൈയും മീഡിയം ഒന്നും കൊടുക്കണമെന്നില്ല. ഡീഫ്രോസ്റ്റ് ഫിക്സ്ഡ് ടെമ്പറേച്ചർ ഉണ്ട്. അതിൽ നിങ്ങൾക്കത് ഫുഡ് ഡീഫ്രോസ്റ്റ് ചെയ്ത് തരും. ഇതൊക്കെ സോളോ ഓവനാണ് വന്നത്. ഇതിൽ നമുക്ക് വന്നത് ഒരു സോളോയിൽ തന്നെ വേറൊരു മോഡലാണ്, മെക്കാനിക്കൽ ടൈപ്പ് എന്ന് പറയും. ഇതൊക്കെ ബോർഡാണ് വന്നെങ്കിൽ ഇത് മെക്കാനിക്കൽ ടൈപ്പ് ആയിരിക്കും വന്നത്. ഈ ഒരു മോഡൽ മെക്കാനിക്കൽ ടൈപ്പാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കടകളിലേക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു മോഡലിനേക്കാൾ ഏറ്റവും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മോഡൽ മെക്കാനിക്കൽ ടൈപ്പ് ആയിരിക്കും. ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഫിക്സഡ് ഇപ്പോൾ ഒരു മീഡിയം ഹൈ ടെമ്പറേച്ചർ ഫിക്സ് ചെയ്തിട്ടിട്ട് ഇതിൻ്റെ പവറാണ് ഇതിൽ പറഞ്ഞുകൊണ്ട് 800 ഇതിൻ്റെ ഈ ഹൈ, മീഡിയം, ലോ എന്ന് പറയുന്ന കൂട്ട് ഇത് അതിൻ്റെ ടെമ്പറേച്ചർ പവർ കൺട്രോൾ ചെയ്യണതാണ് പാനൽ. ഇതാണ് ഇതിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യുക. ടൈം സെറ്റ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക് ഇത് കറങ്ങി ഇവിടെ വരുമ്പോൾ ഫുഡ് ചൂടായി. നിങ്ങൾക്ക് ആ ഫുഡ് ചൂട് പോരാന്നുണ്ടെങ്കിൽ പിന്നെ ടൈം സെറ്റ് ചെയ്യുക, കുറച്ച് ടൈം കൂടി കൊടുക്കുക. തിരിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഒരു അലാറം ഉണ്ട്, ചെറിയൊരു ബില്ലടിച്ചിട്ട് ഫുഡ് കുക്കായെന്ന് അറിയാൻ പറ്റും. ഇതും 20 ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള മോഡലാണ്. ഹോട്ടൽ പർപ്പസൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ഒരു മോഡലായിരിക്കും പോകുന്നത്. അതുപോലെ പ്രായമായ ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ചൂടാക്കാൻ മാത്രമാണെങ്കിൽ നമുക്ക് ഈ മോഡലായിരിക്കും ഗുണം ചെയ്യുക. സിമ്പിളല്ല. ഇത് വരുമ്പോൾ നമ്മൾ ഓരോന്നും നമ്മൾ സെറ്റ് ചെയ്ത് ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് വരുമ്പോൾ എളുപ്പമായിരിക്കും കുറച്ചും കൂടി. അങ്ങനെ സോളോയിൽ വന്ന 2 മോഡലാണിത്. രണ്ടാമത്തെ മോഡൽ വരുന്നത് നമുക്ക് ഗ്രില്ലാണ്.
നമുക്ക് ഗ്രില്ലാണോ സോളോ ആണോ തിരിച്ചറിയാൻ ഞാൻ ആദ്യം പറഞ്ഞു വിട്ടാൽ നമുക്കതിൽ എഴുതിയിട്ടുണ്ടാവും. സോളോ ആണെങ്കിൽ 90% എല്ലാ മോഡൽസിലും സോളോ ഒന്നും, ഗ്രില്ലാണെങ്കിൽ അതിൽ ഗ്രില്ലൊന്നും എഴുതിയിട്ടുണ്ടാവും. ഓരോ മോഡലിൽ. ഗ്രില്ലെന്ന് പറയുന്ന ഫംഗ്ഷൻ വരുമ്പോൾ മൈക്രോവും പ്ലസ് ഗ്രില്ല് കോമ്പിനേഷൻ. മൈക്രോ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് മൈക്രോ രശ്മികൾ വെച്ച് ചൂടാക്കാനും, ഗ്രില്ലെന്ന് പറയുമ്പോൾ ഇത് ഗ്രില്ല് ചെയ്യാനും കൂടി. ഗ്രില്ല് ഉള്ള എല്ലാ മോഡൽസിനും ഇവിടെ അതിൻ്റെ കൂടെ സെയിം ആദ്യം പറഞ്ഞു വിട്ടുന്ന അതിൻ്റെ ഒരു ഡൈനിങ് പ്ലേറ്റും പ്ലസ് ഗ്രില്ല് നമുക്ക് അതിലൂടെ കിട്ടും. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീനൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇത് എന്തോരം മുകളിലേക്ക് പൊന്തിരിക്കുന്നു, നമ്മൾ ഫുഡ് എന്തോരം മുകളിലേക്ക് പൊക്കി വെക്കുന്നു അത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഗ്രില്ല് കുക്ക് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ഇതിലൂടെ ഫ്രീ ആയിട്ട് വരുന്നത്. 2 സ്റ്റാൻഡൊക്കെ വരുന്ന മോഡലുണ്ട്. ഇതിൻ്റെ തന്നെ ചെറുതും വലുതായിട്ട് 2 സ്റ്റാൻഡ് വരുന്ന മോഡൽസൊക്കെ ഉണ്ട്. ഈ ഒരു മോഡലിലൂടെയൊക്കെയാണ് ഒരു ഗ്രില്ലായിരിക്കും വരുന്നത്, ഗ്രില്ല് സ്റ്റാൻഡായിരിക്കും വരുന്നത്. ഇതും സെയിം തന്നെ ഓണാക്കിയിട്ട് ഗ്രില്ല് നമുക്ക് മൈക്രോ ഫംഗ്ഷൻ പറഞ്ഞത്. ഇത് രണ്ടാമത്തെ ഗ്രില്ല് ഫംഗ്ഷൻ. ഗ്രില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ടൈം കാണിക്കും. ഗ്രില്ല് 1, 2 എന്നൊക്കെ കാണിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് ഗ്രില്ല്, സെക്കൻഡ് ഗ്രില്ല്, അതിൻ്റെ ലെവലാണ് അതാണ് പറയണത്. ഇത് കോമ്പിനേഷൻ. ഈ 2 എണ്ണത്തിൻ്റെയും കൂടി കോമ്പിനേഷനാണ് മൈക്രോവ് പ്ലസ് ഗ്രില്ല് വർക്ക് ചെയ്യുമ്പോഴാണ് കോമ്പിനേഷൻ എന്ന് പറയണത്. നമുക്ക് മീനൊക്കെ കുക്ക് ചെയ്യാൻ നേരത്ത് ഗ്രില്ല് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളു വേവില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോമ്പിനേഷൻ കൊടുത്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. ഞാൻ സാധാരണ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ചെയ്യണത് മൈക്രോവ് കൊടുക്കും, എന്നിട്ട് 10-15 മിനിറ്റ് മൈക്രോവ് ചെയ്തിട്ട് പിന്നെ ഗ്രില്ല് കൊടുക്കും. കോമ്പിനേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ മൈക്രോവ് ഒരു 5 മിനിറ്റ് വർക്ക് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രില്ല് വർക്ക് ചെയ്യും, പിന്നെ ഗ്രില്ല് ഓഫ് ചെയ്തിട്ട് പിന്നെയും മൈക്രോവ് ചെയ്യും. ഇത് മാറിയാണ് വർക്ക് ചെയ്യണത്. നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയുള്ളത് അതിനേക്കാളും കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടുക. മൈക്രോവ് ഫസ്റ്റ് കൊടുക്കുക, ഒരു 15 മിനിറ്റ് ചെയ്യുക, അത് കുക്കായി കഴിയുമ്പോൾ ഗ്രില്ല് ചെയ്യുക. ഗ്രില്ല് ഇപ്പോൾ മുകളിലും താഴെ ഒന്നുകൂടി ഗ്രില്ല് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഗ്രില്ലിങ്ങിൻ്റെ ആ ഒരു ഇത് കിട്ടും. അതാണ് മെയിനായിട്ട് ഗ്രില്ല്, മൈക്രോവ് പ്ലസ് ഗ്രില്ല്. മൂന്നാമത്തെ മോഡലാണ് കൺവെക്ഷൻ. കൺവെക്ഷൻ വരുമ്പോൾ ഈ പറഞ്ഞ മൈക്രോവിൻ്റെയും ഗ്രില്ല് പ്ലസ് കൺവെക്ഷൻ, ഈ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, എല്ലാത്തിൻ്റെയും ലാസ്റ്റ് വാക്കെന്ന് പറയുന്നത് കൺവെക്ഷനാണ്. എല്ലാം കൂടി ഒരുമിച്ച് വരുന്നതിനാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇത് വരുമ്പോൾ കൺവെക്ഷൻ തിരിച്ചറിയണമെങ്കിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടാകും. അതിലാണെങ്കിലും കൺവെക്ഷൻ ഇങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. മൈക്രോവ്, ഗ്രില്ല്, കൺവെക്ഷൻ, കോമ്പിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോവും ഗ്രില്ലും തമ്മിലുള്ള കോമ്പിനേഷൻ. ഇത് കൺവെക്ഷനിൽ വരുന്ന മൈക്രോവ് രശ്മികളും ഗ്രില്ല് വർക്ക് ചെയ്യും. അതിൻ്റെ മുകളിലെ കമ്പി ചൂടാവുകയാണെങ്കിൽ കൺവെക്ഷനിൽ യൂസ് ചെയ്യണത് മാഗ്നറ്റോളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹീറ്റാണ് വർക്ക് ചെയ്യണത്. ഹീറ്റിംഗ് ഓയിൽ വർക്ക് ചെയ്യുകയും അതിൻ്റെ ഫാനും കൂടി വർക്ക് ചെയ്തിട്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാനാണ് മെയിനായിട്ട് കൺവെക്ഷൻ എന്ന് പറയുന്ന മോഡ് യൂസ് ചെയ്യണത്. അപ്പം മൈക്രോവേവിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. അത് ടീ കേക്കൊക്കെ, ചെറിയ കേക്കുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വലിയ രീതിയിലുള്ള കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കൺവെക്ഷൻ മോഡൽ വേണം. ഇത് നമുക്ക് കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും. അത് ആ വീർത്ത് വരാനൊക്കെ കൺവെക്ഷൻ വേണം. ഒരു ഫാനും കൂടി അഡീഷണൽ വരും. 2000 വാട്ട്സാണ് ഇതിൽ നമുക്ക് വന്നത്. നമുക്ക് കറണ്ട് ഒത്തിരി ആളുകൾ പറയുന്നുണ്ട്, കറണ്ട് കൂടുതലെടുക്കുക എന്നുള്ളൊരു പരാതി ഒത്തിരി പറയുന്നുണ്ട്. ഇതിൽ ശരിക്കും നമ്മൾ ഏത് ഫംഗ്ഷനാണ് യൂസ് ചെയ്യണത് അതിനനുസരിച്ചുള്ള കറണ്ട് മാത്രമേ എടുക്കുകയുള്ളൂ. ഇപ്പോൾ മൈക്രോവാണ് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കറണ്ട് 800 വാട്ട്സ് മാത്രമേ മൈക്രോവേവിൽ കറണ്ടിൽ എടുക്കുകയുള്ളൂ. ഗ്രില്ല് വർക്ക് ചെയ്യണമെങ്കിൽ 1000 വാട്ട്സ് അതിൻ്റെ ഗ്രില്ലിൽ എടുക്കുകയുള്ളൂ. കൺവെക്ഷൻ വരുമ്പോൾ മാത്രമേ കുറച്ച് കറണ്ട് കൂടുതൽ വരുള്ളൂ. ഏകദേശം 2000 വാട്ട്സ് എടുക്കും. നമ്മൾ ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള കറണ്ട് മാത്രമേ എടുക്കുകയുള്ളൂ. നമ്മൾ 90% മൈക്രോവേവ് ചെയ്യുള്ളൂ. അപ്പോൾ കറണ്ട് കൺസപ്ഷനൊക്കെ കുറവായിരിക്കും. ഇത് വരുമ്പോൾ നമുക്കിതിൽ കൺവെക്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരുമ്പോൾ സെയിം തന്നെ ഒരു ഫാനും ഹീറ്റിംഗ് ഓയിലും ആയിരിക്കും വർക്ക് ചെയ്യണത്. അങ്ങനെയാണ് ഇതിൽ നമുക്ക് കേക്കൊക്കെ വെച്ച് വരുന്നത്, അത് വീർത്ത് വരുന്നത് അല്ലെങ്കിൽ അത് കുക്കാവണത്. ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സെയിം തന്നെ. നമുക്കിതിലിപ്പോൾ കൺവെക്ഷനാണ് കൊടുക്കണമെങ്കിൽ കൺവെക്ഷൻ. കേക്ക് ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ മെയിനായിട്ട് 180 തന്നെ കൊടുക്കണം. 180 കൊടുക്കുക. എന്നിട്ട് 35 മിനിറ്റാണ് കേക്കിൻ്റെയൊക്കെ സാധാരണ ടൈം. അതിന് നമുക്കിവിടെ മിനിറ്റ് കൊടുക്കാൻ പറ്റും. 10 മിനിറ്റ്, 20 മിനിറ്റ്, 35 മിനിറ്റാണ് വേണ്ടത്. കേക്കൊക്കെ ഉണ്ടെങ്കിൽ 35 മിനിറ്റ് കൊടുത്തിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ ഫംഗ്ഷൻ സ്റ്റാർട്ടാവും. ഓവൻ ഓൺ ആക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കണത്, ഒരു ഫാൻ കറങ്ങുന്ന സൗണ്ടാണ് ശരിക്കും. അത് എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവൻ്റെ ബാക്കിൽ അതിൻ്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടി ഫാൻ മാഗ്നറ്റോണിൻ്റെ അവിടെയാണ് വന്നത്. അത് ഹീറ്റ് പുറത്തോട്ട് തള്ളിക്കളയാനാണ്. ഇതൊക്കെയാണ് ശരിക്കും മൈക്രോവേവിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ.